രാവിലത്തെ ചായപ്പണിയിലാണ് കേട്ടോ. ഇന്ന് ദോശയാണ്. അപ്പം ദോശ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് രാവിലെ തന്നെ കറി വെക്കാനുള്ള മീൻ കിട്ടീന് കേട്ടോ. പാര, ഞണ്ട്, അതുപോലെ കൂന്ത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കൂന്ത ഒന്നല്ല, കുറച്ച് വലിപ്പമുണ്ട്, വെറൈറ്റിയാണ്. എല്ലാ നാട്ടിലും ഒരേപോലെ ആയിരിക്കില്ല മീനിന് പേരുണ്ടാവില്ല കേട്ടോ, പലതരം പേരായിരിക്കും. അപ്പോൾ നമ്മളിവിടെ എന്താണോ പറഞ്ഞത് അതാണ് ഞാൻ പറയുന്നത് കേട്ടോ. ചായപ്പണി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ചോറിന് വെള്ളം വെച്ചിട്ട് അങ്ങനെ ചോറൊക്കെ ആയി. കിട്ടുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ചാണ് കേട്ടോ കിട്ടൽ. ചില സമയത്ത് തൊട്ട് കൂട്ടാൻ ഒരു ഉണക്കൽ പോലും കിട്ടാത്ത സമയങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ. അങ്ങനെ മീനൊക്കെ മുറിച്ച് ക്ലീനാക്കി ഞാൻ കൊണ്ടുവന്നിട്ട് വേർതിരിക്കുകയാണ് കേട്ടോ. മുഴുവനായിട്ടൊന്നും എടുക്കണമൊന്നുമില്ല. ഇനിയിപ്പോൾ നാളത്തെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റില്ല, നാളെ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഇന്നത്തെ ആവശ്യത്തിനുള്ള കുറച്ച് മീൻ എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ഞണ്ടും കൂന്തലും എടുത്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടോ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ, നാളെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. മീൻ പൊരിക്കാൻ മസാല ഒക്കെ തേച്ച് വെച്ചിന് കേട്ടോ. അത് രാത്രിയാണ് പൊരിച്ചത്, അപ്പം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അങ്ങനെ പപ്പടമൊക്കെ പൊരിച്ച് കുറച്ച് വെണ്ടക്ക ഉണ്ടെങ്കിൽ അത് ഞാൻ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ 11:30 ആണ് കേട്ടോ. ഞാനാണെങ്കിൽ രാവിലത്തെ ചായയും കുടിച്ച് ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ചിട്ടാണ് ഈ പണിയൊക്കെ എടുക്കുന്നത്. ദോശക്ക് ഞാൻ പരിപ്പ് കറി ഉണ്ടാക്കി കേട്ടോ. അത് കൂട്ടിയാണ് കുട്ടികളൊക്കെ ചായ കുടിച്ചത്. അങ്ങനെ ചൂടുള്ള ഞണ്ടുകറിയും കൂട്ടി ഞാൻ ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.